ലാംഗ്വേജ് പുതിയ കാര്യങ്ങളെ കുറിച്ച് പറയും. അനീഷിന്റെ ലൈഫ് പുറത്തു വരുമെന്ന് പേടിയാണോ അനീഷേ? കള്ളിന്ന് വിളിച്ചു അല്ലെ? ഞാനൊരു പ്രത്യേക വാക്ക് കേട്ടു, അതായത് മൂർച്ചയില്ലാത്തത്, കഴിവില്ലാത്തത് എന്നൊക്കെ പറഞ്ഞൊരു വാക്ക്, അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു ആണുങ്ങളെ കുറിച്ച്. ഞാൻ പറഞ്ഞില്ല. എന്താണ്? അതെന്തെന്ന് പറഞ്ഞാൽ അല്ല, എന്ത് വാക്കാണത്? മൊണ്ണ. ഇരിക്കും, ആണുങ്ങളെല്ലാം മൊണ്ണകളാണ്. പിന്നെ വേറെ എന്താ പറഞ്ഞു? എല്ലാവരും ജിഷേലിന്റെ ബോയ് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞു. അതെ, അതിന്റെ പുറകെ നടക്കുന്ന നാണമില്ലാത്തവരാണ് അവിടെയുള്ള ആൺകുട്ടികൾ എന്നൊക്കെ പറഞ്ഞോ? നിങ്ങൾ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം, മറ്റുള്ള ആണുങ്ങൾക്ക് ഇത് മനസ്സിലാവണ്ടേ? പെണ്ണിനെ കണ്ട ഇങ്ങനെയും വീഴുന്ന ആണുങ്ങളുണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പെണ്ണിനെ കണ്ട വീഴുന്ന കുറെ മൊണ്ണാള് ഇരിക്കുന്ന എല്ലാം ആ അഭി ഒഴിച്ച് ബാക്കി എല്ലാം. അഭി, കൺഗ്രാറ്റുലേഷൻസ്. ഒരാളെങ്കിലും നമുക്ക് കിട്ടിയല്ലോ. ഇരിക്കും. കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ഹോസ്റ്റ് ചെയ്യുന്ന ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ 7th സീസണാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സീസണിലെ ഒരു എപ്പിസോഡിലെ ഒരു ഭാഗത്തിന്റെ ഓഡിയോ ആണ് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചത്. അനുമോൾ എന്ന സീസണിലെ പ്രധാനപ്പെട്ട കണ്ടസ്റ്റന്റിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സ്ഥിരമായിട്ട് അവർ അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു സാമൂഹ്യ മാറ്റത്തിന് സാക്ഷികളായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്നുള്ളതാണ് ഈ എപ്പിസോഡുകൾ കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത്. ഞാനിത് വൈകിട്ട് കാണാറുണ്ട്, അതേപോലെ തന്നെ റിവ്യൂ ഒക്കെ ചെയ്യാറുണ്ട്. നല്ല പരിപാടിയാണ്, പേഴ്സണലി ലാഭത്തിന് നല്ല പരിപാടിയാണ്. ഒരു ഗുണമില്ലാതെ ഫുൾ ടൈം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണെങ്കിൽ നഷ്ടത്തോട് നഷ്ടവും മാനസികാരോഗ്യം പോവുകയും ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടല്ല, ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ, ആണുങ്ങളെ കുറിച്ചിട്ടുള്ള കുറേയധികം വിലയിരുത്തലുകൾ, ആണത്തത്തെക്കുറിച്ചിട്ടുള്ള കുറേയധികം ചോദ്യങ്ങൾ, അതെല്ലാം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സീസണാണ് സീസൺ 7. സാധാരണയായിട്ട് ബിഗ് ബോസ് മലയാളത്തിൽ നടക്കുന്ന സമയത്ത് എപ്പോഴും ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളടക്കം പല ആവർത്തി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്. ആളുകൾക്ക് ഒരു രാജാവിനെ വേണം, ഒരു ആണൊരുത്തനെ വേണം. ആ ഒരു ആണൊരുത്തന് വേണ്ടിയുള്ള പണിയെടുപ്പായിരിക്കും പിന്നീട് പ്രജകൾ, അടിമകൾ, ഫാൻസ് എല്ലാ ആൾക്കാരും ചെയ്യുന്നത്. ആ ഹൗസിലുള്ള ആളുകളെല്ലാം ഈ ഒരു ആണൊരുത്തൻ്റെ ബുള്ളിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും. മൊത്തത്തിൽ ടോക്സിക് ആയിട്ടുള്ള ഒരു ഷോ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു. ലാസ്റ്റ് സീസൺ, ഒരു വർഷം ഗ്യാപ്പിന് മുന്നേ നടന്ന സീസൺ, ലാസ്റ്റ് സീസണിൽ അങ്ങനെ ഒട്ടും ഡിസേർവിംഗ് അല്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് ഒരു മെയിൽ ആയതുകൊണ്ട് മാത്രം ട്രോഫി ഉയർത്തിക്കൊണ്ട് പോയി. ആ ഒരു ട്രോഫി കുറേയധികം ആളുകൾ കഷ്ടപ്പെട്ട് അയാൾക്ക് വാങ്ങിക്കൊടുത്തായിരുന്നു. 100 ദിവസം 24/7 ആളുകളുടെ മുൻപിൽ ജീവിച്ച് കാണിച്ച് മിടുക്കൻ സർട്ടിഫിക്കറ്റ് വാങ്ങിയതിന് ശേഷം അവാർഡ് വാങ്ങിപ്പോയ ആളാണ്. അയാൾക്കെതിരെയാണ് ഇപ്പോൾ കുറേയധികം വാർത്തകൾ വരുന്നത്. അതിൽ പീഡന ആരോപണങ്ങളുണ്ട്, മോഷണ ശ്രമങ്ങളുണ്ട്, അങ്ങനെ വാർത്തകൾ അദ്ദേഹം നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സീസൺ കഴിഞ്ഞ് ഒരു ഗ്യാപ്പിന് ശേഷം ഈ ഒരു സീസൺ വരുന്ന സമയത്ത് വലിയ വ്യത്യസ്തതകളാണ്. ഈ ടോക്സിസിറ്റി, പ്രിവിലേജ് എന്നിവയൊക്കെ ആണിനോട് മാത്രം ചേർത്ത് വെച്ച് ഡിസ്കസ് ചെയ്യപ്പെട്ടിരുന്ന ആ ഒരു കാലത്ത് നിന്ന്, അങ്ങനെ ടെർപ്പായ കെട്ടി സമ്മേളനങ്ങൾ നടത്തിയിരുന്ന ആ ഒരു കാലത്തിൽ നിന്ന് നമ്മൾ ഒത്തിരിയധികം അങ്ങോട്ട് മാറിയിരിക്കുന്നു. ഈ സീസണിൽ മുഴുവൻ സ്ത്രീകൾ വളരെ ടോക്സിക് ആയിട്ട് ആണുങ്ങളുടെ ആണത്തത്തെക്കുറിച്ചിട്ടും ആണുങ്ങളുടെ നട്ടലിനെ കുറിച്ചിട്ടും അവരുടെ സ്വത്വത്തെക്കുറിച്ചിട്ടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അവരുടെ പേഴ്സണൽ ലൈഫ്, അവരുടെ ജീവിതത്തിൽ ഉണ്ടായ കുറേയധികം കാര്യങ്ങൾ, അതൊക്കെ പറഞ്ഞിട്ട് അവരെ ബുള്ളി ചെയ്യുകയാണ്. അവർ ഇമോഷണലി തകർത്തിട്ട് ഒരു ഗെയിം കളിക്കുകയാണ്. ഇതിലെ ഹാസ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സദാചാരവാദികളായിട്ടുള്ള കുലപുരുഷന്മാർക്ക് മാത്രമല്ല ഫാൻസ് ഉണ്ടാവുക, കുലസ്ത്രീകൾക്കും ഫാൻസ് ഉണ്ടാവും. കുലസ്ത്രീകൾക്ക് ഫാൻസ് ഉണ്ടാവുന്ന സമയത്ത് ആണുങ്ങൾക്കെതിരെയുള്ള ടോക്സിസിറ്റി എന്നൊക്കെ പറയുന്നതിനോടൊപ്പം തന്നെ പറയേണ്ട കാര്യമുണ്ട്, സ്ത്രീകൾക്കും ഇവർ നല്ല രീതിയിലുള്ള ഉപദ്രവം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സാഹചര്യം, ഞാൻ ആ ഒരു ഓഡിയോ ക്ലിപ്പിൽ കേൾപ്പിച്ച ഒരു സാഹചര്യം, അത് ചില ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മറ്റൊരു സ്ത്രീയുടെ അടുത്ത് അവിടെയുള്ള പുരുഷന്മാർ നല്ലൊരു സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നത് കണ്ട് അസൂയപ്പെട്ടിട്ട് ഒരു കണ്ടസ്റ്റന്റ് പറയുന്നതാണ്, ആണുങ്ങളെല്ലാം മൊണ്ണകളാണ്. ആ ഒരു സ്ത്രീയെ നമ്മുടെ നാട്ടിലെ തനത് കുലസ്ത്രീകൾ നോക്കിക്കാണുന്ന ഒരു രീതിയും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ജിസേൽ എന്ന കണ്ടസ്റ്റന്റ് ബോംബെയിൽ നിന്ന് വരുന്ന ഒരു മലയാളിയാണ്. അദ്ദേഹം അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലി കൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ കൊണ്ടും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു മോഡലാണ്, സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, മുൻ ഹിന്ദി ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റുമാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടെ ഗെയിമിൻ്റെ രീതിയിലാണ് കാര്യങ്ങളെ സമീപിക്കുന്നത്. കുറച്ചും കൂടെ ക്ലാസിയാണ്. ക്ലാസിസം എന്നൊക്കെ ചില ആളുകൾ ആരോപിക്കുന്നുണ്ട്. ക്ലാസിസമാണ്, അവർക്ക് ബാക്കിയുള്ള ആളുകൾ ഇഷ്ടമില്ല. പക്ഷെ അങ്ങനെയല്ല, അവർ വളരെ മാന്യമായിട്ട്, സഭ്യമായിട്ട്, റെസ്പെക്റ്റ്ഫുള്ളി ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഒരു വാഗ്വാദമൊക്കെ ഉണ്ടായാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ വളരെ റെസ്പെക്ട്ഫുള്ളി ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ജിസേൽ. എന്നാൽ ബാക്കിയുള്ള നമ്മുടെ തനത് കുലസ്ത്രീകൾ അങ്ങനെയൊന്നുമല്ല. അവർക്ക് വായി തോന്നിയതെല്ലാം വിളിച്ചു പറയും, വളരെ മോശമായിട്ട് പേഴ്സണൽ ലൈഫ് വരെ എടുത്തിടും. ഒരു തനത് കുലസ്ത്രീ വേർഷനാണ് ഈ തവണ ബിഗ് ബോസിലെ സ്ത്രീകളിൽ പലരിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 1-2 മാന്യമായിട്ട് ഡീൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കൂടെ, എന്നാൽ അവർക്കും തുറന്ന നിലപാടുകൾ പറയാനായിട്ട് പറ്റുന്നില്ല. സ്ഥിരമായി സീസണുകളിൽ നമ്മൾ കാണുന്നതാണ്, റിയാലിറ്റി ഷോകളിൽ കാണുന്നതാണ്. എന്താണോ അവിടെയുള്ള മജോറിറ്റിയുടെ ഒരു അപ്രോച്ച്, അത് തന്നെയായിരിക്കും ബാക്കിയുള്ള ആളുകൾ
സ്വീകരിക്കുന്നത്. എന്തായാലും ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ 7-ൽ പുരുഷന്മാരെ അടിച്ചമർത്തുന്ന കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ 1-2 ചോദ്യങ്ങൾ പ്രധാനപ്പെട്ടതായി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഞാൻ ജസ്റ്റ് ക്ലിപ്പുകളായി എടുത്തു വെച്ചിട്ടുണ്ട്. പുതിയ കാര്യങ്ങളെ കുറിച്ച് പറയും. അനീഷിന്റെ ലൈഫ് പുറത്തു വരുമെന്ന് പേടിയാണോ അനീഷേ? നട്ടലില്ലാത്ത അനീഷേ പേഴ്സണൽ ലൈഫ് ബിഗ് ബോസിൽ ഇട്ട് അത്രമാത്രം ചീപ്പല്ല ഇവിടെ മുൻ സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യാതൊരുവിധ എമ്പതിയും എത്തിക്സും ഇല്ലാത്ത കുറേയധികം ആളുകൾ ഹൗസിൽ കടന്നുകൂടിയിട്ടുണ്ട്. അവരെല്ലാം ഈ ഒരു കാലഘട്ടത്തിലെ യുവ സമൂഹത്തിൽപ്പെട്ട ആളുകളാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു സംഗതിയാണ്. മസ്താനി എന്ന ഒരു ഇന്റർവ്യൂവർ ഹൗസിൽ കടന്നുകൂടിയിട്ടുണ്ട്. യെല്ലോ മീഡിയ ചാനലുകളുടെ ഇന്റർവ്യൂ രീതികൾക്കൊക്കെ വളരെ ഗുണകരമായിട്ടുള്ള കഴിവുകളുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ മസ്താനി എന്ന ഇന്റർവ്യൂവർ. അപ്പോൾ അവിടെ നിങ്ങളൊരു ഗെയിം എന്നുള്ള രീതിയിൽ കാണണ്ട, ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ ഒരു ഹൗസിലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഗണിക്കേണ്ടത്. കാരണം അത് യഥാർത്ഥ മനുഷ്യന്മാർ കുറേ ദിവസം ഒരിടത്ത് ഒന്നിച്ച് താമസിക്കുമ്പോൾ ഉണ്ടാവേണ്ട ഇമോഷൻസും ഉണ്ടാവേണ്ട ഗെയിമും ഒക്കെയാണ്. അപ്പോൾ അനീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ബിഗ് ബോസിലേക്ക് വരാനായിട്ട് ഒത്തിരി അധികം ആഗ്രഹിച്ച് ഗവൺമെൻറ് ജോലി രാജിവെച്ച് പ്രിപ്പയർ ചെയ്ത് വന്ന ആളാണ്. ഞാൻ അതിനോട് യോജിക്കുന്നൊന്നുമില്ല എങ്കിൽ കൂടെ, എനിക്ക് ചിരി വന്നുവെങ്കിൽ കൂടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലൈഫിനെ ചോദ്യം ചെയ്യുന്ന രീതികൾ നോക്കുക. അദ്ദേഹം ഒരു ഡിവോഴ്സിയാണ്. അപ്പോൾ അദ്ദേഹം ഡിവോഴ്സ് ആയതിൻ്റെ കാരണങ്ങളെ കുറിച്ചിട്ട് ഒരിക്കലും ഒരു പുരോഗമന സമൂഹത്തിലോ അല്ലെങ്കിൽ ഒരു മനസാക്ഷിയുള്ള സമൂഹത്തിലോ ആളുകൾ വെറുതെ ചോദ്യങ്ങൾ ഉന്നയിക്കില്ല. ഒരു ഡിവോഴ്സ് വളരെ വേദനാജനകമായിട്ടുള്ളൊരു സംഗതിയാണ്. അതാരും ആഗ്രഹിച്ചിട്ട് അവരുടെ ജീവിതത്തിലേക്ക് വരുന്നതല്ല, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അവർക്ക് അങ്ങനെ വേർപിരിയേണ്ടി വരുന്നതാണ്. ചിലപ്പോൾ ഒരാൾക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്ത കാരണങ്ങൾ ആയിരിക്കും മറ്റൊരാൾ ആരോപിക്കുന്നത്. പക്ഷേ അവർക്കത് തിരുത്താനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവില്ല. ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, ചില ആളുകൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഡിവോഴ്സ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ കുട്ടികൾ വേണമെന്നുള്ളത് ഒരു സ്ത്രീയുടെ ആഗ്രഹമാണ്. ഭർത്താവിന് കുട്ടികൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ കുട്ടികൾ വേണമെന്നുള്ളത് ഒരു പുരുഷൻ്റെ ആഗ്രഹമാണ്, ഭാര്യയ്ക്ക് കുട്ടികൾ ഉണ്ടാവില്ല. എന്നീ കാരണങ്ങൾ കൊണ്ട് പോലും ആളുകൾ ഡിവോഴ്സ് ആവാറുണ്ട്. അപ്പോൾ അതിൽ ഒരാൾക്ക് ആ ഒരു വേദന ഒട്ടും സഹിക്കാനായിട്ടൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇങ്ങനെയുള്ള 100 കാരണങ്ങളാണ്. അതേപോലെ ഇവരുടെ ലൈംഗിക ജീവിതത്തിലെ പ്രശ്നങ്ങളായിരിക്കാം. അതേപോലെ തന്നെ കോമ്പാറ്റബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എത്രത്തോളം പുറമേ നിന്ന് നോക്കിയാലും, എത്രത്തോളം നമ്മൾ ഏതൊക്കെ ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെ നോക്കിയാലും, ആളുകൾ എത്രത്തോളം നിങ്ങൾ മാച്ച് ആണെന്ന് പറഞ്ഞാലും ചില സ്വഭാവങ്ങൾ, ചില ജീവിത രീതികൾ, ഈവൻ ഹൈജീൻ പോലും ഒത്തു പോകണമെന്നില്ല. 100,000 റീസൺസ് ആണ് ആളുകൾ ഡിവോഴ്സ് ചെയ്യാനായിട്ട്. പലപ്പോഴും ഡിവോഴ്സ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരാൾക്ക് വലിയ സന്തോഷവും ഒരാൾക്ക് സങ്കടവുമാണ് കോമൺ ആയിട്ട് നമ്മൾ കാണാറുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഡിവോഴ്സ് ചെയ്തിട്ടുള്ള ആളുകളോടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് മനസ്സാക്ഷിക്ക് നിരക്കുന്നതല്ല, ഒട്ടും എത്തിക്കലല്ല. അതേപോലെ തന്നെ പുരുഷന്മാർ ഡിവോഴ്സിന് ശേഷം അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊരു സ്ത്രീയുമായിട്ടുള്ള ഒരു ബന്ധത്തിന്മേൽ ഡിവോഴ്സ് ചെയ്തിട്ട് മറ്റൊരു വിവാഹമൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് സുഖകരമായിട്ടുള്ള പിന്നീടുള്ള ജീവിതവും, എന്നാൽ ഡിവോഴ്സിന് ശേഷം ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്ന ആണുങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളുമാണ്. നിങ്ങൾക്ക് നട്ടലില്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ ഭാര്യ ഉപേക്ഷിച്ചിട്ട് പോയത്, നിങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ ഭാര്യ ഉപേക്ഷിച്ചിട്ട് പോയത്. അങ്ങനെ പല രീതിയിലും പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്ന പല രീതിയിലും ആളുകൾ ഓരോന്ന് പറയും. ഒരു റിയാലിറ്റി ഷോയിൽ ഒരു സ്ത്രീ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറയുന്നത് പോലും ഒരു പ്രശ്നമല്ലാതായി മാറിയിരിക്കുകയാണ്. ഇത് ഒരു സ്ത്രീക്കെതിരെ ഒരു പുരുഷൻ പറയുകയായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ആ ഒരു ടർപ്പായൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ചർച്ചകൾ അങ്ങ് തുടങ്ങിയേനെ. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് ഹെയ്റ്റ് ഉണ്ടായിരുന്നത്, അന്ന് നമ്മൾ കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് സ്ത്രീപക്ഷമായിട്ട് കാര്യങ്ങളാണ്. കാരണം ആ ഒരു രീതിയിൽ പ്രിവിലേജ് ഇല്ലാത്ത, ആ ഒരു രീതിയിൽ അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് കുറേയധികം മാറി സ്ത്രീകൾക്കും കാര്യമായിട്ടുള്ള പ്രിവിലേജുകൾ ലഭിച്ചു തുടങ്ങുന്ന ഈ ഒരു സമയത്ത് തിരിച്ചുള്ള ചില ആക്രമണങ്ങൾക്ക് മറുപടികളോ ചോദ്യങ്ങളോ ഉണ്ടാവുന്നില്ല. ഒരു റിയാലിറ്റി ഷോയിൽ ഏറ്റവും മോശമായിട്ട് ഒരു കൂട്ടം സ്ത്രീകൾ പുരുഷന്മാരുടെ സ്വത്വത്തെ ചോദ്യം ചെയ്ത് അവരുടെ വ്യക്തി ജീവിതത്തെ അറ്റാക്ക് ചെയ്യുന്ന ചില സാഹചര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സ്ത്രീ പുരുഷ സമത്വത്തെ വാദിക്കുന്ന പല കണ്ടസ്റ്റൻസും പുരോഗമന സർക്കിളുകളിൽ നിന്ന് എന്നുള്ള രീതിയിൽ ഹൗസിലേക്ക് വന്നിട്ട്, നീ ആണാണോ, നിനക്ക് നട്ടലുണ്ടോ, കഴിവുണ്ടെങ്കിൽ തെളിയിക്കുക. ഈ നട്ടല് പോട്ടെ, ഇത് സ്ത്രീ പുരുഷ ഭേദം തന്നെ ആളുകൾ ഉപയോഗിക്കുന്നു എന്ന് വിചാരിക്കാം. ആണാണോ, നിനക്ക് കഴിവുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് തിരിച്ചൊരു പെണ്ണിനോടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ കാർഡുകൾ എടുത്ത് വീശി ഇവർ ആ ഒരു ഗെയിം വേറൊരു രീതിയിൽ കൊണ്ടുപോയേനെ. ഇനി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ രീതിയിൽ പ്രശ്നമായിട്ടുള്ള കുലസ്ത്രീകളുടെ ടോക്സിസിറ്റി ഒന്ന് കാണിച്ചു തരാം. എന്റെ ബെഡിൽ വന്ന് കിടന്നാൽ നന്നായിട്ട് ഇവരെ ബെഡിലുള്ളത് എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റും. നിക്ക് മോനെ നിക്ക്, കാണിക്കാൻ പാടുള്ള കാര്യം നിങ്ങൾ കാണിച്ചത് എന്താ കാണിച്ചത്? തമ്മില് വരുന്നു, വീണ്ടും വരുന്നു, വീണ്ടും ബെഡ്ഷീറ്റ് ആക്കിയിട്ട് വീണ്ടും നോക്കുന്നു. എന്താണ് എന്നെ നോക്കിയതോ? അമ്മയുടെ മണ്ണിൽ നിനക്കറിയാം, ഞാൻ തന്നെ കിട്ടിയല്ലേ?
ഇതുപോലെ ഒരു റിയാലിറ്റി ഷോ കുറേ ആളുകൾ, പല ജെൻഡറിൽ നിന്നുള്ള ആളുകൾ, പല സെക്ഷുവാലിറ്റികളിൽ നിന്നുള്ള ആളുകൾ, കുറേയധികം പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകൾ, പല ജീവിതാവസ്ഥകളിൽ നിന്നുള്ള ആളുകൾ, ഇവരിങ്ങനെ ഗ്രൂപ്പായിട്ട് ഒരു 100 ദിവസം ഒന്നിച്ച് ജീവിക്കുന്ന സമയത്ത് അവിടെ പല രീതിയിലുള്ള ബന്ധങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളൊരു ബന്ധത്തെ നോക്കി കാണുന്നത് പോലെ ആവില്ല, അല്ലെങ്കിൽ നമ്മളൊരു ബന്ധത്തെ കൊണ്ടുപോകുന്നത് പോലെ ആയിരിക്കില്ല, നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല ചില ആളുകൾ അവരുടെ ബന്ധങ്ങളെ പ്രസൻറ്റ് ചെയ്യുന്നത്. വളരെ ക്ലോസ് ആയിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇടപഴകുന്ന ആളുകളുണ്ടാവാം, അതേപോലെ തന്നെ ഫ്രണ്ട്സിനെ അകറ്റി നിർത്തുന്ന ആളുകളുണ്ടാവാം, അല്ലെങ്കിൽ തനിക്ക് ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരു ഫ്രണ്ട് വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുള്ള ആളുകളുണ്ടാവാം. ഇതൊക്കെ വ്യത്യസ്തതകളാണ്. ചില ആളുകൾ വിവാഹം കഴിഞ്ഞിട്ട് വന്ന ആളുകളായിരിക്കും, അവരുടെ ഭർത്താവിന് ഭാര്യയ്ക്ക് മറ്റൊരാളോട് അടുത്ത് ഇടപഴകുന്നത് വിഷമമുണ്ടാക്കും എന്ന് കരുതി മാറി നിൽക്കുന്ന ആളുകളുണ്ടാവാം. അതേപോലെ ഒരു സാഹചര്യമാണ് ഹൗസിൽ വന്ന അവിവാഹിതരായിട്ടുള്ള രണ്ടാളുകൾ സൗഹൃദമുണ്ടാക്കുന്നത് ഒരാണും പെണ്ണുമാണ്. 24/7 74ഓളം ക്യാമറകൾ സദാസമയം നിരീക്ഷിക്കുന്ന ഒരിടത്ത് സംപ്രേഷണത്തിന് യോഗ്യമല്ലാത്ത ഒരു കാര്യം ഒരാൾ ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഓരോ ആളുകളുടെ പെർസ്പെക്റ്റീവാണ്. അവിടെ ഒരു ബെഡിൽ കിടക്കുന്ന സമയത്ത് അവർ പുതച്ചു മൂടി വർത്തമാനം പറഞ്ഞു എന്നുള്ളതാണ് ഈ ലൈവിലൊക്കെ ആളുകൾക്ക് കാണാനായിട്ട് പറ്റിയത്. പക്ഷേ ഈ സദാചാര കുലസ്ത്രീകളായിട്ടുള്ള ആളുകൾ, അവരുടെ ഫാൻസ് പുതപ്പിനടിയിൽ എന്തോ ഒരു കാര്യം നടന്നു എന്നുള്ള രീതിയിൽ സങ്കല്പങ്ങളിലേക്ക് എത്തി. ആ ഒരു സങ്കല്പങ്ങൾക്ക് ശക്തി പകരുന്ന രീതിയിലേക്കുള്ള എക്സ്പ്ലനേഷനാണ് ഇതിലെ പ്രധാനപ്പെട്ട കണ്ടസ്റ്റന്റിന്, ഏറ്റവും കൂടുതൽ ഫാൻസിന് ഇത്തവണ നേടിക്കൊടുത്തത്. എന്നാൽ ആക്ച്വലി ഇവരൊന്നും കണ്ടിട്ടില്ല. ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു, ഇങ്ങനെ കണ്ടു, ഇങ്ങനെ അടുത്തടുത്ത് വന്നു, ഉമ്മ കൊടുത്തു എന്നുള്ളതാണ് ആരോപണം. എന്നാൽ ഇത് ആരും കണ്ടിട്ടില്ല. ഇതാരും കണ്ടിട്ടില്ല എങ്കിൽ കൂടെ തന്നെ ആരും നോക്കുന്നില്ല, എല്ലാ ആണുങ്ങളും മൊണ്ണകളാണ് എന്ന് ആരോപണം ഉന്നയിക്കുന്ന ഒരു സ്ത്രീ ബാക്കിയുള്ള ആളുകളുടെ അടുത്ത് ഒരാളെ തേജോധം ചെയ്യാൻ വേണ്ടി ഇങ്ങനൊരു സാധനം ഇട്ട് കൊടുക്കുകയാണ്. പ്രേക്ഷകരെയാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനൊരു സാധനം അവിടെ ആരും കണ്ടിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഇതുവരെ കേൾക്കാത്ത തരത്തിൽ സ്ത്രീകൾക്കെതിരെ തന്നെ തിരിയുന്ന, പ്രിവിലേജുകൾ മിസ്യൂസ് ചെയ്യുന്ന, എന്നാൽ തിരിച്ചെന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കാർഡ് ഇറക്കുന്ന ചില സാഹചര്യങ്ങൾ, ഒരു സ്ത്രീയെക്കുറിച്ചും ഒരു പുരുഷനെക്കുറിച്ചും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് വെറുതെ ആരോപിച്ചപ്പോൾ ദേഷ്യം വന്ന ആ ഒരു പുരുഷൻ ഈ സ്ത്രീയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴും ആളുകൾ ആ ഒരു പുരുഷനെ ഇങ്ങനെ പിടിച്ചു നിർത്തുകയാണ്. തല്ലാൻ പാടില്ല, അവളുടെ റൈറ്റാണ് അങ്ങനെയുള്ള അപവാദങ്ങൾ പറയാനായിട്ട്, നിനക്ക് പ്രതികരിക്കാൻ പാടില്ല. അതിനുശേഷം വേറൊരു സീൻ കണ്ടതാണ്. ഈ പയ്യൻ കരയുകയാണ്, പൊട്ടി കരയുകയാണ്. എന്ന് പറഞ്ഞാൽ ചെറിയ പയ്യൻ, അവനെതിരെ അപവാദങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവൻ കരയുമല്ലോ. കരയുമ്പോൾ ബാക്കിയുള്ള ആളുകൾ ചിരിക്കുന്നു. ഒരു സ്ത്രീ കരയുകയായിരുന്നു എന്നുണ്ടെങ്കിൽ അതൊരു സ്ട്രാറ്റജിയായി മാറിയേനെ. ഇപ്പോൾ ഇതിലെ തന്നെ പ്രധാനപ്പെട്ട കണ്ടസ്റ്റൻ്റ് ഈ സീസണിൽ മുഴുവൻ കരഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്. സ്ത്രീകൾക്ക് കരച്ചിൽ ക്യൂട്ട്നെസ്സിൻ്റെ ഭാഗമായിട്ടൊക്കെ എടുത്ത് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക കലാരൂപമാണ്. അപ്പോൾ ആ ഒരു കലാരൂപത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ത്രീ നല്ലൊരു ഗെയിം അവിടെ കാഴ്ചവെച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ആ ഒരു കരച്ചിൽ കാണുമ്പോൾ ആളുകൾ തൻ്റെ അടുത്ത് വന്ന് തന്നെ കെയർ ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ കെയർ ചെയ്യാത്ത ആണുങ്ങൾ മൊണ്ണകളാണെന്നും, വേറെ ആളുകളുടെ അടുത്ത് സൗഹൃദം സ്ഥാപിക്കുന്ന ആണുങ്ങൾ മൊണ്ണകളാണെന്നും ഒക്കെ ഇവർ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. അതേപോലെ വസ്ത്രങ്ങൾ, സ്ത്രീ ശാക്തീകരണത്തിൽ വലിയ റോള് വഹിക്കുന്ന സംഗതിയാണ് വസ്ത്രങ്ങൾ. അപ്പോൾ വസ്ത്രങ്ങളെക്കുറിച്ചിട്ട് സ്ത്രീകൾക്ക് വലിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ചില ആളുകൾ വസ്ത്ര സ്വാതന്ത്ര്യമൊക്കെ ഉപയോഗിക്കുന്നത് കുലസ്ത്രീകൾക്ക് വലിയ താല്പര്യമുള്ള സംഗതിയല്ല. അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കും. ബാക്കിയുള്ള ആളുകൾ ഏതെങ്കിലുമൊക്കെ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അത് ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ്. ഇത്തവണ ഈ ഒരു ഗെയിമിൽ ശരിക്കും ഇത് താല്പര്യമില്ലാത്ത ആളുകൾക്കും ഇൻട്രസ്റ്റ് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഉണ്ടായിരുന്ന ഒരു പ്രത്യേക പരിപാടിയാണ്. കണ്ടസ്റ്റൻസിന് മേക്കപ്പും അതേപോലെ തന്നെ അവരുടെ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളും അവർ കൊണ്ടുവന്ന വസ്ത്രങ്ങളും കൊടുക്കില്ല. അവിടെ നിന്നൊരു യൂണിഫോം പോലുള്ള വസ്ത്രമാണ് കൊടുക്കുന്നത്. മേക്കപ്പ് ഉപയോഗിക്കാതെ മത്സരിക്കാൻ ഇത്ര പാടാണോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഞാനും അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷേ ഞാനിതിൻ്റെ ലൈവ് എപ്പിസോഡൊക്കെ കണ്ട സമയത്ത് വല്ലാത്ത മാനസിക സമ്മർദ്ദത്തിലാണ് സ്ത്രീകളുടെ ഒരു ബഹുഭൂരിപക്ഷവും. അവർ പാനിക്കായിട്ട് നടക്കുകയാണ്. ഒരു വിഡ്രോവൽ സിംറ്റമൊക്കെ അവരിൽ പല ആളുകളും കാണിക്കുന്നുണ്ട്. അവർക്ക് മിനിമം ഒരു ലിപ്സ്റ്റിക് എങ്കിലും വേണമെന്ന് അവരിങ്ങനെ കെഞ്ചുകയാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് അതിൻ്റെ എക്സ്ട്രീം വേർഷൻ, ഏറ്റവും കൂടുതൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലേക്ക് ജിസേൽ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് സാധനങ്ങൾ കട്ടെടുത്ത് ഉപയോഗിക്കുകയാണ്, ഒളിപ്പിച്ച് വെച്ച് ഉപയോഗിക്കുകയാണ്. അവർ വളരെ ക്ലാസി ആണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു, അവർ വളരെ പൊളൈറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ടും അവരെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിലും അവരൊരു മോഷ്ടാവായിട്ട് മാറാനായിട്ട് ഒരു മടിയും വിചാരിക്കുന്നില്ല. കാരണം അവർക്ക് മേക്കപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവർ മേക്കപ്പ് ധരിക്കുന്നു, ഇവർ നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുന്നു, അവർക്ക് കുറച്ച് ഫാഷൻ സെൻസ് ഒക്കെ ഉണ്ട്. അവർ എന്ത് വസ്ത്രം കിട്ടിയാലും അത് അവരുടെ രീതിക്ക് മാറ്റും എന്നത് ഈ സീസണിലെ സ്റ്റാർ പെർഫോമർ ആയിട്ടുള്ള വിമൻ കണ്ടസ്റ്റൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവർക്കെതിരെ തിരിയുകയാണ്. അതേപോലെ തന്നെ ഇവർ പറയുന്ന മറ്റൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഈ ജിസേൽ എന്ന് പറയുന്നത് മോഡലാണല്ലോ. ഇപ്പോൾ ജിസേലിൻ്റെ വസ്ത്രങ്ങൾ കിട്ടാൻ വേണ്ടി ആണുങ്ങൾ കുറേയധികം ആഗ്രഹിക്കും. കാരണം വസ്ത്രങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഷോ ആസ്വദിക്കാമല്ലോ. എന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങൾ സ്ത്രീകൾ ഉപയോഗിക്കുന്നതും പുരുഷന്മാരത് ആസ്വദിക്കുന്നതും അത് വേറൊരു കണ്ണിലാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് സ്ത്രീകളിലെ 1-2 ആളുകൾ. ഇതേപോലെ ടോക്സിസിറ്റി സ്പ്രെഡ് ചെയ്യുന്ന സ്ത്രീകളെ കാണുന്നത് ഒരു വെറൈറ്റി പരിപാടി തന്നെയാണ്.
നല്ലൊന്നുമല്ല പുള്ളി പിന്നെ എന്റെ തല്ലോടിക്കാൻ വരത്തില്ല. പുള്ളി ഓലെ സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോഴത്തെ 2025 കാര്യം പറയുന്നത്. അതായത് പുള്ളി പറയുന്നതിനോട് ഞാൻ യോജിപ്പില്ലല്ലോ. ഞാനില്ലാട്ടാ പുള്ളി ഫ്രണ്ടിനെ കിസ് ചെയ്ത് എന്താ പ്രശ്നം? ഫ്രണ്ടിനെ കിസ് ചെയ്യുന്ന പോലെ ഇഷ്ടമല്ല. പക്ഷെ അത് റിയാലിറ്റി ഷോ, അതിനനുസരിച്ച് നമ്മൾ നിൽക്കണം. ഞാൻ എനിക്ക് തോന്നിയിട്ട് ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് താല്പര്യമില്ല. ഇതുവരെ അതിനെ ഓരോ ബെഡിൽ കിടന്നത് കിസ് ചെയ്തിട്ടില്ല. അവള് കൊടുത്തിട്ടുണ്ട്. ഇല്ല കുത്തി പറഞ്ഞിട്ടില്ല. അവൾക്ക് എന്തെല്ലാം ചെയ്യായിരുന്നു. ഇവിടെ ആരെയും ചോദിച്ചു ഫ്രണ്ട്സിനെ പോലെ നിന്നതെന്ന് പറഞ്ഞു. അതൊക്കെ പുള്ളി എതിർത്ത് സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും. എടി ഞാൻ ഈ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞു എനിക്ക് പ്രശ്നമുണ്ട്, ഇവർ തമ്മിൽ ഇങ്ങനെ ചെയ്തത് എനിക്ക് പ്രശ്നമുണ്ട്, അത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു. ഇല്ല ഞാൻ ഇങ്ങനെ സംഭവം കണ്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. സംഭവം കണ്ടെന്ന് പറഞ്ഞു. എനിക്ക് പ്രശ്നമില്ലേ? ഇത് സദാചാരമാണോ എന്ന് കേൾക്കുന്ന നിങ്ങൾ പറയുക. ഇതൊക്കെ രസമുള്ള പരിപാടിയാണ്. ഇങ്ങനെയുള്ള ചില ഡിസ്കഷൻസ് ഒക്കെ ഇടയ്ക്ക് കേട്ട് നോക്കണം. രസമുള്ള പരിപാടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. വളരെ യങ്ങായിട്ടുള്ള പുരോഗമന സർക്കിളുകളിലടക്കം പ്രസംഗിച്ചിട്ടുള്ള സ്ത്രീകളടക്കമുള്ള ഒരു സദസ്സാണ് ആദില നൂറ. ഒത്തിരിയധികം സോഷ്യൽ മീഡിയ ഹെയ്റ്റ്, സമൂഹത്തിൻ്റെ ഹെയ്റ്റ്, വീട്ടുകാരുടെ ഹെയ്റ്റൊക്കെ അതിജീവിച്ച് മുന്നോട്ടേക്ക് വന്ന ആളുകളാണ്. അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ പരസ്പരം ചുംബിക്കുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്, അവരുടെ സ്നേഹപ്രകടനങ്ങൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. എന്നാൽ അവർ ഈ ഒരു റിയാലിറ്റി ഷോയിലേക്ക് വരുന്ന സമയത്ത് ഒരു ആണിൻ്റെയും പെണ്ണിൻ്റെയും ഒരു സൗഹൃദം അല്ലെങ്കിൽ അവരുടെ ഒരു ചുംബനം എന്ന് മറ്റൊരാൾ പറഞ്ഞു കേട്ട ഒരു കാര്യത്തെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഞങ്ങളിവിടെ കുത്തിമറിയുന്നില്ല, ഞങ്ങളിവിടെ ഉമ്മ പോലും വയ്ക്കുന്നില്ല, ഇവിടെ ഇത് പാടില്ല എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് റിവേഴ്സ് ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഞാനിതിനകത്തെ ഒരു രസമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിലെ പുരുഷന്മാരായിട്ടുള്ള ചില ആളുകൾക്ക്, സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഷാനവാസ് എന്ന് പറയുന്ന ആൾക്ക് അവിടെയുള്ള ചില ആളുകളുടെ വസ്ത്രധാരണത്തെ ഒരു ബുദ്ധിമുട്ടായിട്ട് ആദ്യഘട്ടത്തിൽ തോന്നി. എന്നാൽ ഉപദേശിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇങ്ങനെയുള്ള ആണുങ്ങൾ നന്നാവും. അതേപോലെ തന്നെ അയാളൊരു അച്ഛനാണ്. അപ്പോൾ 19 വയസ്സുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് വന്നിട്ടുണ്ട്, അവർക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട് എന്നറിഞ്ഞപ്പോൾ പുള്ളിക്ക് വലിയ ആകുലതയായി. കാരണം അദ്ദേഹം ഒരു അച്ഛനാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളതിനെയൊക്കെ നമുക്ക് ഒരു പരിധിവരെ കേട്ടിരിക്കാമെന്നുണ്ടെങ്കിലും, ഓക്കെ ആകുലതകളുടെ കാരണം മനസ്സിലാവുമെന്നുണ്ടെങ്കിലും, ഇത്തരത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ നിന്നിട്ട് ഒരു ബോധവുമില്ലാതെ സംസാരിക്കുന്ന ആളുകൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു റിവേഴ്സ് ഗിയറിൽ പോകുന്ന ആളുകളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.